ഓം ശാന്തി. 6/12/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ശരീരമാകുന്ന കളിപ്പാട്ടം ആത്മാവാകുന്ന ചൈതന്യ താക്കോലിലൂടെ ചലിക്കുന്നു. നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. അപ്പോൾ നിർഭയരായി മാറും. ചോദ്യം: ആത്മാവ് ശരീരത്തോടൊപ്പം കളിക്കുന്നതിന് താഴെ വന്നിരിക്കുകയാണ്. അതിനാൽ അതിന് ഏതൊരു നാമം നൽകും? ഉത്തരം: പാവ. ഏതുപോലെ ഡ്രാമയിൽ പാവകളുടെ കളി കാണിക്കുന്നു, അതുപോലെ ആത്മാക്കളായ നിങ്ങൾ പാവകളെ പോലെ 5000 വർഷമായി കളി കളിച്ച് താഴെ എത്തിച്ചേർന്നിരിക്കുന്നു. ബാബ വന്നിരിക്കുകയാണ് പാവകളായ നിങ്ങൾക്ക് മുകളിൽ കയറുന്നതിനുള്ള വഴി പറഞ്ഞു തരാൻ. ഇപ്പോൾ നിങ്ങൾ ശ്രീമത്താകുന്ന താക്കോൽ തിരിക്കൂ, അപ്പോൾ മുകളിലേക്ക് പോകും. ഗീതം: സദസ്സിൽ ദീപനാളം ജ്വലിച്ചുയർന്നു. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് ശ്രീമത്ത് നൽകുന്നു. എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും പെരുമാറ്റം നല്ലതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ മതം നൽകട്ടെ എന്ന് മാതാപിതാക്കൾ പറയുന്നു. ഈശ്വരൻ യഥാർത്ഥത്തിൽ മതം നൽകുന്നു എന്ന് പാവങ്ങൾ അറിയുന്നതേയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈശ്വരീയ മതം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ആത്മീയ അച്ഛൻ കുട്ടികൾക്ക് ശ്രേഷ്ഠ മതം നൽകുന്നു, ശ്രേഷ്ഠമാകുന്നതിനായി. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായി കൊണ്ടിരിക്കുന്നു. ബാബു നമുക്ക് എത്ര ഉയർന്ന മതമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒന്നിൻ്റെ മതത്തിലൂടെ നടന്ന് മനുഷ്യനിൽ നിന്നും ദേവതയായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നവൻ ആ ബാബയാണ് എന്നത് സിദ്ധമാകുന്നു. സിഖുകാരും പാടുന്നുണ്ട്, മനുഷ്യനിൽ നിന്നും ദേവതയാക്കി. അപ്പോൾ തീർച്ചയായും മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിൻ്റെ മതം നൽകുന്നു. ആ ഒന്നിൻ്റെ മഹിമയും പാടിയിട്ടുള്ളത് ഏക് ഓംകാർ കർത്താ പുരുഷ് നിർഭയ് എന്നാണ്. നിങ്ങളെല്ലാവരും നിർഭയമായി മാറുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നുവല്ലോ. ആത്മാവിന് ഒരിക്കലും ഭയമുണ്ടായിരിക്കുന്നില്ല. ബാബു പറയുന്നു, നിർഭയരാകൂ. ഭയം പിന്നെ എന്തിനാണ്? നിങ്ങൾക്ക് ഒരു ഭയവുമില്ല. നിങ്ങൾ തൻ്റെ വീട്ടിലിരിക്കുമ്പോഴും ബാബയുടെ ശ്രീമത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശ്രീമത്ത് ആരുടേതാണ്? ആരാണ് നൽകുന്നത്? ഈ കാര്യങ്ങൾ ഗീതയിൽ ഇല്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബു പറയുന്നു, നിങ്ങൾ പതീതമായി പോയി. ഇപ്പോൾ പാവനമാകുന്നതിനായി എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ പുരുഷോത്തമം ആകാനുള്ള മേള സംഗമയുഗത്തിൽ തന്നെയാണ് നടക്കുന്നത്. വളരെ പേർ വന്ന് ശ്രീമത്ത് എടുക്കുന്നു. ഇതിനെ പറയുന്നത് ഈശ്വരനോടൊപ്പം കുട്ടികളുടെ മേള എന്നാണ്. ഈശ്വരനും നിരാകാരനാണ്. കുട്ടികൾ, അതായത് ആത്മാക്കളും നിരാകാരമാണ്. ഞാൻ ആത്മാവാണ് എന്ന ഉറച്ച ശീലം ഉണ്ടാക്കണം. ഏതുപോലെ കളിപ്പാട്ടത്തിൻ്റെ താക്കോൽ മുറുക്കുമ്പോൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ആത്മാവും ഈ ശരീരമാകുന്ന കളിപ്പാട്ടത്തിൻ്റെ താക്കോലാണ്. ആത്മാവ് ഇതിലില്ല എങ്കിൽ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ല. നിങ്ങൾ ചൈതന്യ കളിപ്പാട്ടങ്ങളാണ്. കളിപ്പാട്ടങ്ങളുടെ താക്കോൽ തിരിച്ചില്ല എങ്കിൽ ഉപയോഗമില്ലാത്തതായിരിക്കും, നിന്നു പോകും. ആത്മാവും ചൈതന്യ താക്കോലാണ്. ഇത് അവിനാശിയും അമരവുമായ താക്കോലാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ നോക്കുന്നത് തന്നെ ആത്മാവിനെയാണ്. ആത്മാവാണ് കേൾക്കുന്നത്. ഈ ഉറച്ച ശീലം ഉണ്ടാക്കണം. ഈ താക്കോലില്ലാതെ ശരീരത്തിന് ചലിക്കുവാൻ സാധിക്കില്ല. ഇദ്ദേഹത്തിനും അവിനാശിയായ താക്കോൽ ലഭിച്ചിരിക്കുകയാണ്. 5000 വർഷം
ഇദ്ദേഹത്തിൻ്റെ താക്കോൽ തിരിയുന്നു. ചൈതന്യ താക്കോൽ ആയത് കാരണം ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ചൈതന്യ കളിപ്പാട്ടം. ബാബയും ചൈതന്യ ആത്മാവാണ്. എപ്പോഴാണോ താക്കോൽ അയഞ്ഞു തീരുന്നത്, അപ്പോൾ പിന്നെ ബാബ പുതിയതായി യുക്തി പറഞ്ഞു തരുന്നു, എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ വീണ്ടും താക്കോൽ മുറുകും. അതായത് ആത്മാവ് തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. ഇതുപോലെ വാഹനത്തിൽ പെട്രോൾ തീരുമ്പോൾ വീണ്ടും നിറയ്ക്കുന്നുവല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് മനസ്സിലാക്കുന്നു, നമ്മളിൽ പെട്രോൾ എങ്ങനെയാണ് നിറയുന്നത്. ബാറ്ററി ശൂന്യമാകുന്നു, പിന്നെ അതിൽ പവർ നിറയ്ക്കാറുണ്ടല്ലോ. ബാറ്ററി ശൂന്യമാകുമ്പോൾ ലൈറ്റ് അണയുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവാകുന്ന ബാറ്ററി നിറയുകയാണ്. എത്രത്തോളം ഓർമ്മിക്കുമോ അത്രയും പവർ നിറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി ബാറ്ററി ശൂന്യമായി പോയി. സതോ രജോ തമോയിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുന്നു താക്കോൽ മുറുക്കുന്നതിനായി, അതായത് ബാറ്ററി നിറയ്ക്കുന്നതിന് വേണ്ടി. പവർ ഇല്ല എങ്കിൽ മനുഷ്യൻ എങ്ങനെയുള്ളതായി മാറുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇപ്പോൾ ഓർമ്മയിലൂടെ തന്നെ ബാറ്ററി നിറയ്ക്കണം. ഇതിനെ ഹ്യൂമൻ ബാറ്ററി എന്ന് പറയാം. ബാബ പറയുന്നു, എന്നോട് യോഗം ചേർക്കൂ. ഈ ജ്ഞാനം ഒരേ ഒരു ബാബയാണ് നൽകുന്നത്. സദ്ഗതി ദാതാവ് ആ ഒരേ ഒരു ബാബയാണ്. ഇപ്പോൾ നിങ്ങളുടെ ബാറ്ററി മുഴുവനും നിറയുന്നു. അതിലൂടെ പിന്നെ 84 ജന്മങ്ങൾ മുഴുവനും പാർട്ട് അഭിനയിക്കുന്നു. ഏതുപോലെയാണോ ഡ്രാമയിൽ പാവകൾ നൃത്തമാടുന്നത്, ആത്മാക്കളായ നിങ്ങളും ഇങ്ങനെ പാവകളെ പോലെയാണ്. മുകളിൽ നിന്നും ഇറങ്ങി 5000 വർഷത്തിൽ പൂർണ്ണമായും താഴേക്ക് വരുന്നു. പിന്നെ ബാബ വന്ന് മുകളിലേക്ക് കയറ്റുന്നു. അതാണെങ്കിൽ ഒരു കളിപ്പാട്ടമാണ്. ബാബ അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു. കയറുന്ന കലയുടെയും ഇറങ്ങുന്ന കലയുടെയും 5000 വർഷത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു, ശ്രീമത്തിലൂടെ നമുക്ക് താക്കോൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഫുൾ സതോ പ്രധാനമായി മാറും. പിന്നെ മുഴുവൻ പാർട്ടും റിപ്പീറ്റ് ചെയ്യും. എത്ര സഹജമായ കാര്യമാണ് മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കാനും. എങ്കിലും ബാബ പറയുന്നു, ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകുന്നത് അവർ തന്നെയായിരിക്കും മനസ്സിലാക്കുക. നിങ്ങൾ എത്ര തന്നെ പ്രയത്നിച്ചാലും കൂടുതൽ മനസ്സിലാക്കുകയില്ല. ബാബ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് അറിവ് നൽകുന്നത്. എവിടെയിരുന്നാലും ബാബയെ ഓർമ്മിക്കണം. മുന്നിൽ ബ്രാഹ്മണി ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുവാൻ സാധിക്കും. ഓർമ്മയിലൂടെ തന്നെയാണ് നമ്മുടെ വികർമ്മം വിനാശമാകുന്നത് എന്നറിയുന്നുണ്ട്. അപ്പോൾ ആ ഓർമ്മയിലിരിക്കണം. ആരെയെങ്കിലും ഇരുത്തേണ്ട ആവശ്യമില്ല. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും സ്നാനവും മറ്റും ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. അല്പം സമയം മറ്റാരെങ്കിലും മുന്നിലിരിക്കുന്നു, അവർ നിങ്ങളെ സഹായിക്കുകയാണ് എന്നല്ല. അങ്ങനെയല്ല. ഓരോരുത്തരും സ്വയം തന്നെ സഹായിക്കണം. ഈശ്വരൻ മതം നൽകിയിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം ചെയ്യൂ എങ്കിൽ നിങ്ങൾ ദൈവിക ബുദ്ധിയായി മാറും എന്ന്. ഈ ടെംപ്ടേഷൻ നൽകപ്പെടുന്നു. ശ്രീമത് സർവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ ബുദ്ധി തണുത്തതും ചിലരുടേത് തീവ്രവും ആണ് എന്നത് തീർച്ചയാണ്. പാവനമായ ഒന്നിനോട് യോഗം ചേർക്കുന്നില്ല എങ്കിൽ ബാറ്ററി ചാർജ് ആകുന്നില്ല. ബാബയുടെ ശ്രീമത്ത് അംഗീകരിക്കുന്നില്ല. യോഗം നടക്കുന്നതേയില്ല. നമ്മുടെ ബാറ്ററി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനം തീർച്ചയായും ആകേണ്ടതുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പരമാത്മാവിൻ്റെ ശ്രീമത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ലോകം തീർത്തും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, എൻ്റെ ഈ മതത്തിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു.
ഇതിനേക്കാൾ ഉയർന്ന ഒരു വസ്തു മറ്റൊന്നില്ല. അവിടെ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുന്നില്ല. ഇങ്ങനെയും ഡ്രാമ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ പുരുഷോത്തമം ആക്കുന്നതിന് വേണ്ടി ബാബ സംഗമത്തിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ സ്മാരകം പിന്നെ ഭക്തിമാർഗത്തിൽ ആഘോഷിക്കുന്നു. ദസറയും ആഘോഷിക്കുന്നുവല്ലോ. എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോൾ ദസറ നടക്കുന്നു. 5000 വർഷത്തിന് ശേഷം ഓരോ കാര്യവും റിപ്പീറ്റ് ആകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് ഈ ഈശ്വരീയ മതം, അതായത് ശ്രീമത് ലഭിക്കുന്നത്. അതിലൂടെ നിങ്ങൾ ശ്രേഷ്ഠമാകുന്നു. നിങ്ങളുടെ ആത്മാവ് സതോ പ്രധാനമായിരുന്നു. അത് ഇറങ്ങി ഇറങ്ങി തമോ പ്രധാനവും ഭ്രഷ്ടവുമായി മാറുന്നു. പിന്നെ ബാബ ഇരുന്ന് ജ്ഞാനവും യോഗവും പഠിപ്പിച്ച് സതോ പ്രധാനവും ശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. നിങ്ങൾ ഏണിപ്പടി താഴേക്ക് എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞു തരുന്നു. ഡ്രാമ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ ആരും അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നിരിക്കുകയാണല്ലോ. ഓരോരുത്തരുടെയും ജന്മത്തിൻ്റെ കഥ കേൾപ്പിക്കുക സാധ്യമല്ല. വായിച്ചു കേൾപ്പിക്കാനായി എഴുതപ്പെടുന്നില്ല. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ബ്രാഹ്മണരായിരിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് തന്നെ ദേവതയാകേണ്ടതുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നു. ബ്രാഹ്മണ, ദേവത, ക്ഷത്രിയൻ 3 ധർമ്മങ്ങളും ഞാൻ സ്ഥാപിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ ബാബയിലൂടെ ബ്രാഹ്മണ വംശിയാകുന്നു. പിന്നെ സൂര്യവംശിയും ചന്ദ്രവംശിയുമാകും. ആരാണോ തോൽക്കുന്നത് അവർ ചന്ദ്രവംശിയാകുന്നു. ഏതിലാണ് തോൽക്കുന്നത്? യോഗത്തിൽ. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമായി മനസ്സിലാക്കിച്ചു തന്നു. എങ്ങനെയാണ് നിങ്ങൾ 84ന്റെ ചക്രം കറങ്ങുന്നത്? മനുഷ്യരാണെങ്കിൽ 84 ലക്ഷം എന്ന് പറയുന്നു. അപ്പോൾ എത്ര ദൂരേക്ക് പോയി? ഇപ്പോൾ നിങ്ങൾക്ക് ഈശ്വരീയ മതം ലഭിക്കുന്നു. ഈശ്വരൻ വരുന്നത് തന്നെ ഒരു തവണയാണ്. ആ ഒന്നിൻ്റെ മതവും ഒരു പ്രാവശ്യമാണ് ലഭിക്കുന്നത്. ഏക ദേവീ ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. തീർച്ചയായും അവർക്ക് ഈശ്വരീയ മതം ലഭിച്ചിരുന്നു. അതിനു മുൻപ് ഉണ്ടായിരുന്നത് സംഗമയുഗമാണ്. ബാബ വന്ന് ലോകത്തെ പരിവർത്തനപ്പെടുത്തുന്നു. നിങ്ങൾ ഇപ്പോൾ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയം നിങ്ങളെ ബാബ പരിവർത്തനപ്പെടുത്തുന്നു. നിങ്ങൾ പറയും, കൽപ്പകൽപ്പങ്ങളിൽ നമ്മൾ പരിവർത്തനപ്പെട്ടു വന്നു, പരിവർത്തനപ്പെട്ടുകൊണ്ടുമിരിക്കും. ഇത് ചൈതന്യ ബാറ്ററിയാണല്ലോ. അതാണെങ്കിൽ ജഡമാണ്. കുട്ടികൾക്ക് മനസ്സിലായി 5000 വർഷത്തിനു ശേഷം ബാബ വന്നിരിക്കുകയാണ്. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠ മതവും നൽകുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ ഉയർന്ന മതം ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾ ഉയർന്ന പദവി നേടുന്നു. നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും വരുമ്പോൾ പറയൂ, നിങ്ങൾ ഈശ്വരൻ്റെ സന്താനമാണല്ലോ. ഈശ്വരൻ ശിവ് ബാബയാണ്. ശിവജയന്തിയും ആഘോഷിക്കുന്നു. അത് സദ്ഗതി ദാതാവുമാണ്. ആ ഒന്നിന് തൻ്റേതായ ശരീരമില്ല. അപ്പോൾ ആരിലൂടെ മതം നൽകും? നിങ്ങളും ആത്മാവാണ്. ഈ ശരീരത്തിലൂടെയാണല്ലോ സംസാരിക്കുന്നത്. ശരീരമില്ലാതെ ആത്മാവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിരാകാരനായ ബാബയും എങ്ങനെയാണ് വരിക? രഥത്തിൽ വരുന്നു എന്ന മഹിമയുമുണ്ട്. പിന്നെ ചിലർ ഒരു രീതിയിലും ചിലർ മറ്റൊരു രീതിയിലും ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ത്രിമൂർത്തിയെയും സൂക്ഷ്മ വദനത്തിൽ കാണിച്ചിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതെല്ലാം സാക്ഷാത്കാരത്തിൻ്റെ കാര്യങ്ങളാണ്. ബാക്കി രചനയാണെങ്കിൽ മുഴുവനും ഇവിടെയാണല്ലോ. അപ്പോൾ രചയിതാവായ ബാബയ്ക്കും ഇവിടെയാണ് വരേണ്ടി വരുന്നത്. പതീത ലോകത്തിൽ തന്നെയാണ് വന്ന് പാവനമാക്കേണ്ടത്. ഇവിടെ കുട്ടികളെ ഡയറക്റ്റായി പാവനമാക്കിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കുന്നുമുണ്ട്. എന്നിട്ടും ജ്ഞാനം ബുദ്ധിയിലിരിക്കുന്നില്ല. ആരെയും മനസ്സിലാക്കിക്കുവാൻ സാധിക്കുന്നില്ല.
ശ്രീമത്ത് എടുക്കുന്നില്ല എങ്കിൽ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമാകുവാൻ സാധിക്കില്ല. ആരാണോ മനസ്സിലാക്കുക പോലും ചെയ്യാത്തത് അവർ എന്ത് പദവി നേടാനാണ്? എത്ര സർവീസ് ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. ബാബ പറഞ്ഞിട്ടുണ്ട്, ഓരോ എല്ലുകളും സേവനത്തിനായി നൽകണം. ഓൾ റൗണ്ട് സർവീസ് ചെയ്യണം. ബാബയുടെ സർവീസിൽ ഞാൻ എല്ലുകൾ നൽകാനും തയ്യാറാണ്. വളരെയധികം പെൺകുട്ടികൾ സർവീസിന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ നമ്മളെ മോചിപ്പിക്കൂ, അപ്പോൾ നമ്മൾ സർവീസിൽ മുഴുകട്ടെ, അതിലൂടെ വളരെ പേരുടെ മംഗളമുണ്ടാകട്ടെ എന്ന്. മുഴുവൻ ലോകവും ഭൗതിക സേവനമാണ് ചെയ്യുന്നത്. അതിലൂടെയാണെങ്കിൽ പടി താഴേക്ക് തന്നെയാണ് ഇറങ്ങി വരുന്നത്. ഇപ്പോൾ ഈ ആത്മീയ സേവനത്തിലൂടെ കയറുന്ന കലയുണ്ടാകുന്നു. ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും, ഇന്നയാൾ നമ്മളെക്കാൾ കൂടുതൽ സർവീസ് ചെയ്യുന്നു എന്ന്. സർവീസബിളായ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ സെൻറ്ററും പരിപാലിക്കുവാൻ സാധിക്കും. ക്ലാസ്സിൽ നമ്പർ വൈസായി ഇരിക്കുന്നു. ഇവിടെയാണെങ്കിൽ നമ്പർ വൈസായി ഇരുത്തുന്നില്ല. നിരാശരായി പോകും. മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവല്ലോ. സർവീസ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും പദവിയും കുറഞ്ഞു പോകും. നമ്പർ വൈസായി പദവി വളരെയധികം ഉണ്ടല്ലോ. എന്നാൽ അതാണ് സുഖധാമം, ഇതാണ് ദുഃഖധാമം. അവിടെ രോഗവും മറ്റും ഉണ്ടാകുന്നില്ല. ബുദ്ധിയിലൂടെ കാര്യം ചെയ്യേണ്ടി വരുന്നു. മനസ്സിലാക്കേണ്ടതാണ്, നമ്മളാണെങ്കിൽ വളരെ കുറഞ്ഞ പദവിയായിരിക്കും നേടുന്നത്. കാരണം സർവീസ് ചെയ്യുന്നില്ല. സർവീസിലൂടെ തന്നെയാണ് പദവി ലഭിക്കുക സാധ്യമാകുന്നത്. തൻ്റെ പരിശോധന നടത്തേണ്ടതാണ്. ഓരോരുത്തരും തൻ്റെ അവസ്ഥയെ അറിയുന്നുണ്ട്. മമ്മയും ബാബയും സർവീസ് ചെയ്തു വരുന്നുവല്ലോ. നല്ല നല്ല കുട്ടികളുമുണ്ട്, ജോലിയും ഉണ്ടായിരിക്കും. അവരോട് പറയുന്നു, പകുതി ശമ്പളത്തിലും അവധിയെടുത്ത് സർവീസ് ചെയ്തുകൊള്ളൂ, കുഴപ്പമില്ല. അവർ ബാബയുടെ ഹൃദയത്തിലും മയൂര സിംഹാസനത്തിലും ഇരിക്കുന്നു. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് ഇങ്ങനെയുള്ളവർ തന്നെയാണ് വിജയമാലയിൽ വരുന്നത്. അർപ്പണവുമാകുന്നു, സർവീസും ചെയ്യുന്നു. ചിലരാണെങ്കിൽ അർപ്പണമാകുന്നു, സർവീസ് ചെയ്യുന്നില്ല എങ്കിൽ പദവി കുറഞ്ഞു പോകുമല്ലോ. ഇത് രാജധാനിയാണ് സ്ഥാപിതമാകുന്നത് ശ്രീമത്തിലൂടെ. ഇങ്ങനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അഥവാ പഠനത്തിലൂടെ രാജധാനി സ്ഥാപിതമാകുന്നു എന്നത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ദാനപുണ്യം ചെയ്യുന്നതിലൂടെ രാജഗൃഹത്തിൽ ജന്മമെടുക്കുന്നത് സാധ്യമാണ്. അല്ലാതെ പഠനത്തിലൂടെ രാജപദം നേടി എന്ന് ഒരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. ആർക്കും അറിയുകയുമില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തന്നെയാണ് പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ മുകളിലേക്ക് പോകണം. വളരെ ഈസിയാണ്. നിങ്ങൾ കൽപ്പകൽപ്പങ്ങളിൽ മനസ്സിലാക്കുന്നു. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് ബാബ സ്നേഹസ്മരണകളും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് നൽകുന്നു. ആരാണോ സർവീസിൽ ഇരിക്കുന്നത് അവർക്ക് വളരെയധികം സ്നേഹസ്മരണകൾ നൽകുന്നു. അപ്പോൾ തൻ്റെ പരിശോധന നടത്തണം. ഞാൻ ഹൃദയത്തിൽ കയറിയിരിക്കുകയാണോ? മാലയിലെ മുത്താകുവാൻ സാധിക്കുമോ? പഠിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും പഠിച്ചവരുടെ മുന്നിൽ ശിരസ് നമിക്കും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ പുരുഷാർത്ഥം ചെയ്യണം. എന്നാൽ ഡ്രാമയിൽ പാർട്ടില്ല എങ്കിൽ പിന്നെ എത്ര തന്നെ പ്രയത്നിച്ചാലും കയറുന്നതേയില്ല. ഏതെങ്കിലുമൊക്കെ ഗ്രഹപ്പിഴ ബാധിക്കുന്നു. ദേഹാഭിമാനത്തിലൂടെ തന്നെയാണ് പിന്നെ മറ്റു വികാരങ്ങൾ വരുന്നത്. മുഖ്യമായ കടുത്ത രോഗം ദേഹാഭിമാനത്തിൻ്റെതാണ്. സത്യയുഗത്തിൽ ദേഹാഭിമാനത്തിൻ്റെ പേര് പോലും ഉണ്ടാകില്ല. അവിടെയാണെങ്കിൽ നിങ്ങളുടെ പ്രാപ്തിയാണ്. ഇത് ഇവിടെ തന്നെയാണ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നത്.
മറ്റാരും ഇങ്ങനെയുള്ള ശ്രീമത്ത് നൽകുന്നില്ല. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇത് മുഖ്യ കാര്യമാണ്. എഴുതണം. നിരാകാരനായ ഭഗവാൻ പറയുന്നു, ഒരേ ഒരു എന്നെ തന്നെ ഓർമ്മിക്കൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. തൻ്റെ ദേഹത്തെയും ഓർമ്മിക്കരുത്. ഏതുപോലെ ഭക്തിയിലും ഒരേ ഒരു ശിവന്റെ തന്നെ പൂജ ചെയ്യുന്നു. ഇപ്പോൾ ജ്ഞാനവും കേവലം ഞാൻ തന്നെയാണ് നൽകുന്നത്. ബാക്കിയെല്ലാം ഭക്തിയാണ്. അവ്യഭിചാരി ജ്ഞാനം ഒരേ ഒരു ശിവ് ബാബയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ജ്ഞാനസാഗരത്തിൽ നിന്നും രത്നങ്ങൾ വരുന്നു. ആ സാഗരത്തിൻ്റെ കാര്യമല്ല. ഈ ജ്ഞാനത്തിൻ്റെ സാഗരം കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. അതിലൂടെ നിങ്ങൾ ദേവതയാകുന്നു. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്? സാഗരത്തിൽ നിന്നും ദേവത വന്നു, പിന്നെ രത്നം നൽകി എന്ന്. ഈ ജ്ഞാനസാഗരം കുട്ടികളായ നിങ്ങൾക്ക് രത്നങ്ങൾ നൽകുന്നു. നിങ്ങൾ ജ്ഞാനരത്നങ്ങൾ പെറുക്കിയെടുക്കുന്നു. മുൻപ് കല്ലുകൾ പെറുക്കിയെടുത്തിരുന്നു. അപ്പോൾ കല്ല് ബുദ്ധിയായി. ഇപ്പോൾ രത്നങ്ങൾ പെറുക്കിയെടുക്കുന്നതിലൂടെ നിങ്ങൾ പവിഴ ബുദ്ധിയായി മാറുന്നു. പാരസ്നാഥൻ ആകുന്നുവല്ലോ. ഈ പാരസ്നാഥൻ, അതായത് ലക്ഷ്മി നാരായണൻ, വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഭക്തിമാർഗത്തിലാണെങ്കിൽ അനേകം നാമങ്ങളും അനേകം ചിത്രങ്ങളും ഉണ്ടാക്കി വച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ലക്ഷ്മി നാരായണൻ അഥവാ പാരസ്നാഥൻ ഒന്നു തന്നെയാണ്. നേപ്പാളിൽ പശുപതിനാഥൻ്റെ മേളം നടക്കുന്നു. അതും പാരസ്നാഥൻ തന്നെയാണ്. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബ ഏതൊരു ജ്ഞാനരത്നങ്ങൾ നൽകിയോ അത് തന്നെ പെറുക്കിയെടുക്കണം, കല്ലുകളല്ല. ദേഹാഭിമാനത്തിൻ്റെ കടുത്ത രോഗത്തിൽ നിന്നും സ്വയം തന്നെ രക്ഷിക്കണം. തൻ്റെ ബാറ്ററിയെ ഫുൾ ചാർജ് ചെയ്യുന്നതിനായി പവർ ഹൗസായ ബാബയുമായി യോഗം ചേർക്കണം. ആത്മാഭിമാനിയായി ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. നിർഭയരായിരിക്കണം. വരദാനം: ദാതാവിൻ്റെ ഭാവനയിലൂടെ ഇച്ഛാമാത്രം അവിദ്യയുടെ സ്ഥിതി അനുഭവിക്കുന്ന തൃപ്ത ആത്മാവായി ഭവിക്കട്ടെ. സദാ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദാതാവിൻ്റെ കുട്ടിയായി സർവ ആത്മാക്കൾക്കും നൽകണം. ദാതാവിൻ്റെ ഭാവന വയ്ക്കുന്നതിലൂടെ സമ്പന്ന ആത്മാവായി മാറും. ആര് സമ്പന്നമായിരിക്കുമോ അവർ സദാ തൃപ്തമായിരിക്കും. ഞാൻ നൽകുന്ന ദാതാവിൻ്റെ കുട്ടിയാണ്. നൽകുന്നത് തന്നെയാണ് നേടുന്നത്. ഈ ഭാവന സദാ നിർവിഘ്നമായിരിക്കുന്നതിൻ്റെയും ഇച്ഛാമാത്രം അവിദ്യയുടെ സ്ഥിതിയുടെയും അനുഭവം ഉണ്ടാക്കിക്കുന്നു. സദാ ഒരു ലക്ഷ്യത്തിൻ്റെ നേർക്ക് തന്നെ ദൃഷ്ടി ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യമാണ് ബിന്ദു. മറ്റേത് കാര്യങ്ങളുടെയും വിസ്താരത്തെ കണ്ടും കാണാതിരിക്കൂ, കേട്ടും കേൾക്കാതിരിക്കൂ. സ്ലോഗൻ: ബുദ്ധിയും സ്ഥിതിയും അഥവാ ദുർബലമാണ് എങ്കിൽ അതിൻ്റെ കാരണമാണ് വ്യർത്ഥ സങ്കല്പം. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. കർമാതീതം ആകുന്നതിനായി കർമ്മത്തിൻ്റെ കണക്കുകളിൽ നിന്നും മുക്തമാകൂ. സേവനത്തിലും സേവനത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കുന്ന സേവാധാരി അല്ല. ബന്ധനമുക്തമായി സേവനം ചെയ്യൂ. അതായത് പരിധിയുള്ള റോയൽ ഇച്ഛകളിൽ നിന്നും മുക്തമാകൂ. ദേഹത്തിൻ്റെ ബന്ധനവും ദേഹത്തിൻ്റെ സംബന്ധത്തിൻ്റെ ബന്ധനവും പോലെ സേവനത്തിൽ സ്വാർത്ഥത. ഈ ബന്ധനവും
കർമാതീതം ആകുന്നതിൽ വിഘ്നം ഇടുന്നു. കർമാതീതം ആവുക എന്നാൽ ഈ റോയൽ കണക്കുകളിൽ നിന്ന് പോലും മുക്തം. ഓം ശാന്തി. വ്യക്തദേശത്തിൽ ഈശ്വരീയ കർത്തവ്യത്തിന് നിമിത്തമായിരിക്കുന്ന വിശേഷ ആത്മാവാണ് ഞാൻ. ദേഹത്തെയും ദേഹത്തിൻ്റെ ദേശത്തെയും മറന്ന് ഒരു സെക്കൻഡിൽ ഈ സാകാരി ലോകത്തിൽ നിന്നും പരംധാം നിവാസിയാകുന്നു. പരംധാമത്തിൽ തിളങ്ങുന്ന വിശേഷ നക്ഷത്രമായി വിശേഷ ആത്മാവായി ഞാൻ സ്ഥിതി ചെയ്യും. പരംധാമത്തിൽ നിന്നും ഒരു സെക്കൻഡിൽ അവ്യക്ത ലോകത്തിൽ അവ്യക്ത രൂപധാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. പ്രകാശ രൂപിയായി പ്രകാശമയ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ് ഞാൻ. ഒരു സെക്കൻഡിൽ കർമ്മക്ഷേത്രത്തിൽ സാകാരദേശത്തിൽ മസ്തക മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ആത്മാവ് സ്വരാജ്യ അധികാരിയാണ്. കർമ്മേന്ദ്രിയ ജീതാണ്. വീണ്ടും ഒരു സെക്കൻഡിൽ പരംധാമാകുന്ന ജ്യോതിദേശത്തിൽ പ്രകാശ ബിന്ദു സ്വരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമധാമത്തിൽ സർവശക്തിവാനായ ശിവബാബയുടെ ഛത്രഛായയിൽ സ്ഥിതി ചെയ്യുന്ന ശക്തി സ്വരൂപ
ആത്മാവാണ് ഞാൻ. വീണ്ടും ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതിയിൽ ഫരിസ്തകളുടെ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാപ് ദാദയുടെ വരദാനി ദൃഷ്ടി എന്നിൽ പതിയുന്നു. അലൗകിക അതീന്ദ്രിയ സുഖമയ അവസ്ഥയുടെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി സാകാരി ദേഹത്തിൽ അവതരിക്കുന്നു. ഡബിൾ ലൈറ്റ് സ്വരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും 4 ഭാഗത്തും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശ തരംഗങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നു.